Next topic, business applications of internet. The internet has transformed many areas of business arena. അത് ഇൻ്റർനെറ്റ് എന്താണ് ബിസിനസ്സിൻ്റെ പല ഭാഗത്തും പല മാറ്റങ്ങളാണ് ഇൻ്റർനെറ്റ് വരുത്തിയാക്കുന്നത്. ഇറ്റ് ഹാസ് ബിക്കം ഡിഫിക്കൽട്ട് ടു ഇമാജിൻ ഹൗ ബിസിനസ് ക്യാൻ ബി കണ്ടക്റ്റഡ് വിത്തൗട്ട് ദ ഇൻ്റർനെറ്റ്. ഇപ്പോൾ നമുക്കെന്താണ് ചിന്തിക്കാൻ തന്നെ പറ്റണില്ല. അതായത് ഇൻ്റർനെറ്റ് ഇല്ലാണ്ട് എങ്ങനെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്നുള്ളത് എന്താണ് നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റില്ല എന്ന്. By drastically reducing the time required to transmit information over long and short distances, internet has made itself indispensable for business. അതായത് നമുക്കറിയാം എന്താണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് കൊള്ളാനാണ് നമുക്ക് ഇൻഫർമേഷൻസ് വളരെ ഫാസ്റ്റായിട്ട് എവിടേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും എന്താണ് ഇൻ്റർനെറ്റ് എന്താണ് ഒരു ഇൻഡിസ്പെൻസിബിൾ റോളാണ്. അതായത് നമുക്കിപ്പോൾ അവോയ്ഡ് ചെയ്യാൻ ഒഴിവാക്കാൻ പറ്റാത്തൊരു എന്താണ് കൺസെപ്റ്റാണ് ഇൻ്റർനെറ്റ് എന്നുള്ളത് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ. സം ഓഫ് ദി വേസ് ദ ഇൻ്റർനെറ്റ് ഹാസ് ട്രാൻസ്ഫോംഡ് ദ വേ ബിസിനസ് ഈസ് ഡൺ ഇഫ് ഗിവൺ ബിലോ. അപ്പം ഏതൊക്കെ രീതിയിലാണ് ഇൻ്റർനെറ്റ് ബിസിനസ്സിൽ മാറ്റം വരുത്തിയാക്കണമെന്നാണ് താഴെ പറഞ്ഞാക്കുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസ്. നമുക്കറിയാം എന്താണ് ഇൻ്റർനെറ്റിലൂടെ നമ്മൾ ഓൺലൈനായിട്ട് ഒത്തിരി ഐറ്റംസും അതുപോലെ തന്നെ സർവീസൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദ ബേസിക് യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ഫോർ ബിസിനസ് ഈസ് ടു സെൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂസ് എന്ന് വെച്ചാൽ എന്താണ് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് എന്താണ് വിൽക്കാനും വാങ്ങിക്കാനൊക്കെ പറ്റും. ബിസിനസ് ക്രിയേറ്റ് ഇ കോമേഴ്സ് വെബ്സൈറ്റ് ടു സെൽ എനിത്തിങ് ഫ്രം സെൽഫോൺ ടു ബുക്സ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇ കോമേഴ്സ് സൈറ്റുകളിൽ എന്തും നമുക്ക് എന്താണ് വിൽക്കാൻ പറ്റും. അതായത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫോൺ തുടങ്ങി ബുക്സ് വരെയൊക്കെ നമുക്ക് എന്താണ് വാങ്ങിക്കാനും അതുപോലെ തന്നെ നമുക്ക് സെല് ചെയ്യാനും പറ്റും. ഓൺലൈൻ സെല്ലിംഗ് എലിമിനേറ്റ്സ് ദ നീഡ് ഫോർ ദ ബിസിനസ് ടു മെയിൻറ്റെയിൻ എ ബ്രിക്ക് ആൻഡ് മോട്ടർ സ്റ്റോഴ്സ് ആൻഡ് ഇ കോമേഴ്സ് വെബ്സൈറ്റ് do not have the stock a particular item. അപ്പോൾ ഓൺലൈൻ സെല്ലിംഗ് എലിമിനേറ്റ് ചെയ്യുന്നു. എന്തിന്? അതായത് പണ്ടത്തെ കൺസെപ്റ്റ് ചെയ്ത് സാധാരണ ബിസിനസ്സും ഓൺലൈൻ ബിസിനസ്സും തമ്മിൽ കമ്പയർ ചെയ്താക്കിയാണ് ഇവിടെ. അതായത് ഈ ഓൺലൈൻ സെല്ലിംഗ് എലിമിനേറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ പണ്ടെന്ന് വെച്ചാൽ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ ഷോപ്പ് വേണം. അതുപോലെ തന്നെ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ അവരെ കാണിക്കാനായിട്ട് ഒത്തിരി സ്റ്റോക്കുകൾ വേണം. പക്ഷേ ഇവിടെ ഈ ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഷോപ്പ് വേണ്ട. അതുപോലെ തന്നെ ഒത്തിരി ഒരു ഐറ്റത്തിൻ്റെ തന്നെ ഒരുപാട് സ്റ്റോക്ക് ആയിട്ടൊന്നും വേണ്ട. അപ്പോൾ അതൊക്കെയാണ് സാധാരണ ബിസിനസ്സിനെ അപേക്ഷിച്ച് ഓൺലൈൻ ബിസിനസ്സിനുള്ള അഡ്വാൻറ്റേജ്. ഇത് ബ്രിക്ക് ആൻഡ് മോട്ടോർ സ്റ്റോർ എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ ഷോപ്പ്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഫോർ പർട്ടിക്കുലർ ഐറ്റം. ഒരു ഐറ്റത്തിൻ്റെ പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ ഒത്തിരി സ്റ്റോക്കൊന്നും വേണ്ട. ഒന്നോ രണ്ടോ ഐറ്റം മതി. നമ്മളത് കാണിക്കണതിനനുസരിച്ച് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ റെഡിയാക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് അതിൻ്റെ അഡ്വാൻറ്റേജാണ്. അതായത് ഒരു ബ്രിക്ക് ആൻഡ് മോട്ടോർ സ്റ്റോറും വേണ്ട, അതുപോലെ തന്നെ ഒത്തിരി സ്റ്റോക്കുകളും വേണ്ട ഓരോ ഐറ്റത്തിൻ്റെയും. ബിസിനസ് ക്യാൻ ഓൾസോ യൂസ് ഇൻ്റർനെറ്റ് ടു ബൈ ഐറ്റംസ് ആൻഡ് സർവീസ് ഓൺലൈൻ സച്ച് ആസ് ബൈയിങ് ഓഫീസ് സപ്ലൈസ്, റോ മെറ്റീരിയൽസ് എക്സെട്ര. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐറ്റംസ് ആയാലും സർവീസ് ആയാലും നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അതായത് ഓഫീസ് സപ്ലൈസ്, റോ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇനി മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. അതായത് മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് വെച്ചാൽ ദ ഇൻ്റർനെറ്റ് ഹാസ് ബിക്കം എ എസെൻഷ്യൽ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ടൂൾ ഫോർ ബിസിനസ്. അതായത് ഇൻ്റർനെറ്റ് ഒരു എസെൻഷ്യൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ടൂൾ ആയിരിക്കണം ബിസിനസ്സിൽ. അഡ്വർടൈസിങ് ദ ഇൻ്റർനെറ്റ് ഇൻ സോഷ്യൽ മീഡിയാസ് ഈസ് വൺ ഓഫ് ദ മെയിൻ അഡ്വർടൈസ്മെൻറ്റ് ചാനൽ ഫോർ ബിസിനസ് നൗ. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയാൽ നമുക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയാസും ഇൻ്റർനെറ്റൊക്കെ ഒരു ബെസ്റ്റായിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് ചാനലായി മാറിയൊക്കെയാണ് ഇപ്പം. ഓഫറിംഗ് ടെക്സ്റ്റ് ആൻഡ് ബാനർ ആഡ്സ് ഓൺ വെബ്സൈറ്റ് ആസ് വെൽ ആസ് ഇൻഫർമേഷൻ പീസ് ആൻഡ് ദ ഇൻ്റർനെറ്റ് അലൗസ് അഡ്വർടൈസേഴ്സ് ടു റീച്ച് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ക്വിക്ക്ലി ആൻഡ് എഫിഷ്യൻലി. നേരത്തെ പറഞ്ഞാൽ അതായത് ടെക്സ്റ്റ് വെച്ചിട്ട് അതുപോലെ തന്നെ ബാനർ ആഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സില്ലേ, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് വളരെ പെട്ടെന്നും എഫിഷ്യൻ്റ്ലി നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാനുള്ളൊരു ചാനലായി മാറിയൊക്കെയാണ് സോഷ്യൽ മീഡിയാസൊക്കെ. ദെൻ പേപ്പർ ക്ലിക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ആർ distributed on the internet search engines and website allows the business owners to reach potential customers using search term related to their business. ഇത് പേപ്പർ ക്ലിക്ക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് പേപ്പർ ക്ലിക്ക് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് പോലത്തുള്ളതാണ് പേപ്പർ ക്ലിക്ക്. അതായത് പേപ്പർ കോസ്റ്റ് പെർ ക്ലിക്ക് എന്നൊക്കെ പറയാം, CPC എന്നൊക്കെ പറയാം. അത് വേറെ ഒന്നുമുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടോയ് കാർ സെർച്ച് ചെയ്യണം. അപ്പം നമ്മൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തു. അപ്പോൾ ഗൂഗിൾ എടുത്തിട്ട് ടോയ് കാർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു. അപ്പോൾ
പല പല സൈറ്റുകൾ വരികയാണ്. ആമസോണിൻ്റെ സൈറ്റ്, ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റ്, അങ്ങനെ ഒത്തിരി സൈറ്റുകൾ വരികയാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ എന്താണ് ആമസോണിൻ്റെ സൈറ്റ് എടുത്തു. അപ്പോൾ എന്താണ് ആമസോണിൻ്റെ ആ ലിങ്കിൽ പോയി ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആമസോണിൻ്റെ സൈറ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിനാണ് പേ പെർ ക്ലിക്ക് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ ഞാൻ ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൽ ഒരു ഐറ്റം ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താണ് ഒത്തിരി സൈറ്റുകളുടെ പേര് വന്നു. അതിനകത്ത് നിന്ന് ആമസോണിൻ്റെ സൈറ്റിൽ പോയി ആ ലിങ്കിൽ പോയി ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ആമസോണിൻ്റെ സൈറ്റിലേക്ക് പോയി. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ആമസോണിൻ്റെ സൈറ്റ് എന്ന് വെച്ചാൽ അത് ആമസോണിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ആമസോൺകാർ ഗൂഗിളുകാർക്ക് എന്താണ് പേയ്മെൻറ്റ് ചെയ്യണം. അതാണ് പേപ്പർ ക്ലിക്ക്. അതേസമയം ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റിലാണ് ഞാൻ എടുത്തതെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ എന്താണ് ആ ടോയ്ക്കാർ ഞാൻ സെലക്ട് ചെയ്ത് ഫ്ലിപ്കാർട്ടിൻ്റെ ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്കുമ്പോൾ പോയി ഞാൻ ക്ലിക്ക് ചെയ്യും. അപ്പോൾ എന്താണ് ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റിലേക്ക് പോകും. അപ്പോൾ എന്താണ് ഫ്ലിപ്കാർട്ടുകാർ ഗൂഗിളുകാർക്ക് പേയ്മെൻറ്റ് നടത്തുന്നത്. പേ പെർ ക്ലിക്ക് എന്ന് വെച്ചാൽ ഒരു എന്താണ് ക്ലിക്കിന് വരെ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എന്താണ് അഡ്വർടൈസ് ചെയ്യുന്നത് ആരാണ്? അതായത് അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നത് ആമസോൺകാരും ഫ്ലിപ്കാർട്ടുകാരുമാണ്. അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഗൂഗിളുകാരും. അപ്പോൾ എന്താണ് ഓരോ എന്താണ് ക്ലിക്കിനും ഈ അഡ്വർടൈസർ ആർക്ക് പൈസ കൊടുക്കണം? പബ്ലിഷർക്ക് പൈസ കൊടുക്കണം. അതാണ് പേപ്പർ ക്ലിക്ക് എന്ന് വെച്ചാൽ. അപ്പോൾ ഇതെന്താണ് സെർച്ച് എഞ്ചിൻ വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറഞ്ഞാക്കുന്നത് ബിസിനസ് യൂസ് ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ് ആസ് ആൻ ആഡ് ഓൺ ടു ന്യൂസ് പേപ്പർ ആൻഡ് TV അഡ്വർടൈസ്മെൻറ്റ് എസ്പെഷ്യലി വെൻ ടാർഗറ്റിംഗ് യങ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അതുപോലെ തന്നെ എന്താണ് ന്യൂസ് പേപ്പറിലും TV അഡ്വർടൈസ്മെൻറ്റിലൊക്കെ ഒരു ആഡ് ഓൺ ആയിട്ട് കൊടുത്തേക്കണം. അത് ഇവരുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ യങ്ങർ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാണ്. അപ്പോൾ കൂടുതൽ എന്താണ് അതായത് പുതിയ ജനറേഷൻ എപ്പോഴും എന്താണ് സോഷ്യൽ മീഡിയാസിനെയും അതിനൊക്കെയാണ് എന്താണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയാസിലും ഇൻ്റർനെറ്റിലും അതായത് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പരസ്യം കാണാറില്ലേ? അങ്ങനെ എന്താണ് പല സോഷ്യൽ മീഡിയാസിലും അഡ്വർടൈസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ എന്താണ് അവർക്ക് കൂടുതൽ എന്താണ് കസ്റ്റമേഴ്സിനെ കിട്ടുമെന്ന്. ഇനി ഇമേജ് ബിൽഡിംഗ്. All business enterprise recognize the importance of establishing an online presence through website. എന്താണ് എല്ലാ ബിസിനസ് എൻ്റർപ്രൈസിനും മനസ്സിലാകുന്നത് ഇമ്പോർട്ടൻസ് ആയത് ഒരു എന്താണ് ഈ ഓൺലൈനായിട്ട് എന്താണ് അവരുടെ ബിസിനസ് ഓൺലൈനായിട്ട് എന്താണ് അവരുടെ പ്രസൻസ് ഓൺലൈനാക്കുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാ ബിസിനസ് എൻ്റർപ്രൈസുകൾക്കും മനസ്സിലായ ഒരു കാര്യമാണ്. ഇൻ അഡീഷൻ ടു ദർ വെബ്സൈറ്റ് സം ബിസിനസ് ഹാവ് അറ്റംപ്റ്റ് ടു എൻഗേജ് ദംസെൽസ് ഇൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഫിനോമിന. അതായത് അവരുടെ വെബ്സൈറ്റ് കൂടാണ്ട് എന്താണ് ചിലരെന്താണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ അവരുടെ എന്താണ് പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്യണം. ബൈ എസ്റ്റാബ്ലിഷിംഗ് ദ പ്രൊഫൈൽ on platforms such as Facebook and LinkedIn, business attempt to enhance their image with potential customers or clients as well as their generic public. അപ്പോൾ എന്താണ് അവർക്ക് അവരുടേതായ എന്താണ് വെബ്സൈറ്റുകളുണ്ട്. അത് കൂടാണ്ട് അവരെന്ത് ചെയ്യും? സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് പോലുള്ള ഫേസ്ബുക്കിലും ലിങ്ക്ഡിനിലൊക്കെ പോയി എന്താണ് അവരൊരു പ്രൊഫൈൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതുവഴി അവരുടെ എന്താണ് പർച്ചേസ് അവർക്ക് എന്താണ് അതുപോലെ തന്നെ അത് കസ്റ്റമേഴ്സിന് അവർക്ക് കൂട്ടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ എന്താണ് താഴെ മാക്സിൻ്റെ പരസ്യം, മിന്ത്രയുടെ പരസ്യം, ഫ്ലിപ്കാർട്ടിൻ്റെ പരസ്യം, ഒത്തിരി പരസ്യങ്ങളൊക്കെ വരും, ഫസ്റ്റ് ക്രൈ, അങ്ങനെ ഒത്തിരി ഇത് വരും. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ നമുക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് ഷെയർ ചെയ്യും. അപ്പോൾ എന്താണ് അവർക്ക് എന്താണ് അവർക്ക് അവരുടെ കസ്റ്റമേഴ്സ് കൂടിയാണ്, ബിസിനസ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇമേജ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അതായത് അവർക്ക് അവരുടെ ഒരു ബിസിനസ് സൈറ്റ് ഉണ്ട്, അത് കൂടാണ്ട് അവർ പല സോഷ്യൽ മീഡിയാസിലും എന്താണ് അവരുടേതായ ഒരു എന്താണ് പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ട് അതുവഴി എന്താണ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഇൻക്രീസ് ചെയ്യിക്കണം. അതാണ് ഇമേജ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ. ഇനി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ. ടുഡേ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ത്രൂ ഇമെയിൽ. കമ്പനീസ് യൂസ് ഇമെയിൽ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പബ്ലിക് ആൻഡ് ടു ട്രാൻസ്മിറ്റ് മെസ്സേജ് വിത്തിൻ കമ്പനി. അതായത് ഇപ്പോൾ എന്താണ് എല്ലാ ബിസിനസ് കമ്മ്യൂണിക്കേഷനും ഇമെയിലൂടെയാണ് നടക്കുന്നത്. അതായത് കമ്പനീസ് ഇമെയിൽ യൂസ് ചെയ്തിട്ട് എന്താണ് പല കമ്മ്യൂണിക്കേഷനും നടത്തുന്നത്. മെസ്സേജസ് ഒക്കെ നമുക്ക് സെൻഡ് ചെയ്യാൻ ഇമെയിലും. ഇൻ അഡീഷൻ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ സച്ചാസ്, അത് കൂടാണ്ട് എന്താണ് പലതരത്തിലുള്ള റിയൽ ടൈം ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്, IM, അതുപോലെ തന്നെ സ്കൈപ്പ്, വിർച്വൽ മീറ്റിംഗ്, കോൺഫറൻസിങ്, അതെല്ലാവരും എന്താണ് ഇപ്പോൾ ബിസിനസ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണെന്ന്. അതായത് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡേ ടു ഡേ വർക്കിംഗ്, ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ വർക്കിങ്ങിന് ഇതെല്ലാവരും വളരെ മീറ്റിങ്ങുകളൊക്കെ കൂടുതൽ എന്താണ് ഈ വിർച്വൽ മീറ്റിങ്ങും കോൺഫറൻസും അതുപോലെ തന്നെ സ്കൈപ്പൊക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് ഒത്തിരി എന്താണ് ഇതിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറഞ്ഞാക്കുന്നത്. ഇനി റിമോട്ട് സർവീസസ്. കമ്പനീസ് എംപ്ലോയ് വർക്കേഴ്സ്, കോൺട്രാക്ടേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് ആൻഡ് ടെലി കമ്മ്യൂട്ടേഴ്സ്. അതായത് കമ്പനിയിലെ വർക്കേഴ്സും എംപ്ലോയീസും കോൺട്രാക്ടേഴ്സും കൺസൾട്ടൻസൊക്കെ ടെലി കമ്മ്യൂട്ടേഴ്സാണ്. ഇത് റിമോട്ട് ജോബ് എന്നൊക്കെ പറയില്ല, റിമോട്ട് വർക്ക്. അതായത്
അതായത് ഓഫീസിൽ വന്ന് ജോലി ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. എന്താണ്, ഇപ്പോൾ ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയി, ഓഫീസും ഓൺലൈനായിട്ടായിരിക്കും, പർട്ടിക്കുലർ എന്താണ് ഒരു ബിൽഡിംഗ് ഒന്നും, അതായത് ഒരു ഓഫീസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഓൺലൈനായിട്ട് എന്താണ് ഒരു ഓഫീസ്, അതിനകത്ത് പല വർക്കേഴ്സും എന്താണ്, ഒരാൾ കൊച്ചിയിലാണെങ്കിൽ ഒരാൾ തൃശ്ശൂരായിരിക്കും, ഒരാൾ ബാംഗ്ലൂരായിരിക്കും. അപ്പോൾ വേറൊന്നുമല്ല, റിമോട്ട് ജോബ് അല്ലെങ്കിൽ ടെലി കമ്മ്യൂട്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ വീട്ടിലോ എവിടെയെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യുക. അവർ പറഞ്ഞ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് പറയുന്നത്, ഒരു കമ്പനിയിലെ എംപ്ലോയി വർക്കേഴ്സ് അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ്, കൺസൾട്ടൻസ് ഒക്കെ ടെലി കമ്മ്യൂട്ടേഴ്സ് ആയിരിക്കും. അത് റിമോട്ട് ഏരിയാസിലൊക്കെ ഇരിക്കും അവരിയ്ക്കുന്നത്. ടെലി കമ്മ്യൂട്ടേഴ്സ് ക്യാൻ ലൊക്കേറ്റഡ് ലോക്കലി ഓർ വെരി ഫാർ അവേ ഫ്രം ദ കമ്പനി. കണ്ട, ഈ ടെലി കമ്മ്യൂട്ടേഴ്സിന് ചിലപ്പോൾ ലോക്കലി ആയിരിക്കും, അതല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ഒത്തിരി ദൂരത്തായിരിക്കും അവരിയ്ക്കുന്നത്. കമ്പനീസ് വിത്ത് ആൻ ഇൻ്റർനാഷണൽ പ്രസൻസ് യൂസ് ദ ഇൻ്റർനെറ്റ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഓഫീസസ് ഇൻ വേരിയഡ് ലൊക്കേഷൻ ഓഫ് വേൾഡ് വൈഡ് വെബ്. അപ്പോൾ കമ്പനി എന്താണ്, ഈ ഇൻ്റർനാഷണൽ പ്രസൻസ് ഉള്ള ഈ കമ്പനികൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് എന്താണ് പല എംപ്ലോയീസും, അതുപോലെ തന്നെ ഇപ്പോൾ കമ്പനിയുടെ തന്നെ പല ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ബ്രാഞ്ചുകളായിട്ടുള്ള ബ്രാഞ്ചിലുള്ള ഓരോരുത്തരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതെല്ലാനും ഇൻ്റർനെറ്റ് വഴിയാണ്. ഇൻ്റർനെറ്റ് അതിനെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞാക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ ഇൻട്രസ്റ്റ്. ബിസിനസ് യൂസ് ദ ഇൻ്റർനെറ്റ് ടു മോണിറ്റർ ട്രെൻഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ്. അതായത് ബിസിനസ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് എന്താണ് കസ്റ്റമേഴ്സിൻ്റെ ട്രെൻഡ്സും അവരുടെ ഇൻട്രസ്റ്റൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ടു ഡിസ്കവർ വാട്ട് എവരിഡേ പീപ്പിൾ തിങ്ക് about a particular product or service. Business owners can visit online social networking site and message board. അതായത് ഇപ്പോഴത്തെ ആൾക്കാർ എന്താണ് ചിന്തിക്കുന്നത്, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് അവരുടെ ഒപ്പീനിയൻ എന്താണ്, അതെല്ലാനും എന്താണ് അറിയണമെന്നുണ്ടെങ്കിൽ പല ബിസിനസ്സുകാർക്കും ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലോ മെസ്സേജ് ബോർഡിലൊക്കെ പോയി സെർച്ച് ചെയ്താൽ എന്താണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ട്രെൻഡ്സും അവരുടെ ഒപ്പീനിയൻസൊക്കെ അറിയാൻ പറ്റുന്നു. ടേക്കിംഗ് ദിസ് ഫീഡ്ബാക്ക് ഹെൽപ്പ് ബിസിനസ് ഓണേഴ്സ് ടു മേക്ക് ദെയർ പ്രൊഡക്ട്സ് ബെറ്റർ. അപ്പോൾ ഈ ഫീഡ്ബാക്ക് എടുത്താൽ എന്താണ് ബിസിനസ് ഓണേഴ്സിന് അവരുടെ പ്രൊഡക്റ്റ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റുമെന്ന്. പിന്നെ റിക്രൂട്ട് ന്യൂ എംപ്ലോയീസ്. മെനി കമ്പനീസ് പ്രൊവൈഡ് കറണ്ട് ഇൻഫർമേഷൻ അബൌട്ട് ജോബ് ഓപ്പണിങ്സ് ആൻഡ് അട്രാക്ട് ടാലൻറ്റഡ് പീപ്പിൾ ഫ്രം പ്ലേസ് ദേ കുഡ് നോട്ട് റീച്ച് അതർവൈസ്. അതായത് പല കമ്പനികളും എന്താണ് ഇപ്പോൾ ഇവരെ കറണ്ട് ഇൻഫർമേഷൻ, അതായത് പല ജോബ് ഓപ്പണിങ്സിനെ കുറിച്ചൊക്കെ എന്താണ് കൂടുതലും ഇൻ്റർനെറ്റിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പറിലാണെങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ മാത്രമേ വരുള്ളൂ. അതേസമയം ഇൻ്റർനെറ്റിൽ, അതായത് ഓൺലൈനായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ നടത്തണമെങ്കിൽ പല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്താണ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ദിസ് വേ ടു എൻഷുർ ദാറ്റ് ദി ബ്രൈറ്റസ്റ്റ് ടാലൻറ്റഡ് കാർ എംപ്ലോയ്ഡ്. അപ്പോൾ എന്താണ് നമുക്ക് കുറച്ചും കൂടെ നല്ല ആൾക്കാരെ നമുക്ക് നമ്മളുടെ കമ്പനിയിൽ കിട്ടുന്നു. ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ കൊളാബറേഷൻ ആൻഡ് വർക്ക് ഗ്രൂപ്പ് കമ്പ്യൂട്ടിംഗ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ബെനിഫിറ്റ് ഓഫ് ദ ഇൻ്റർനെറ്റ്. കൊളാബറേഷൻ അല്ലെങ്കിൽ വർക്ക് ഗ്രൂപ്പ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ ഒരു ബിഗ്ഗസ്റ്റ് ബെനിഫിറ്റാണ് ഇൻ്റർനെറ്റിൽ. Internet seminars, also called webinars, may collaborating on project with people all over the world. അപ്പോൾ എന്താണ് ഇൻ്റർനെറ്റ് സെമിനാർ, അതായത് വെബിനാർസ്, അതായത് ഇൻ്റർനെറ്റിലൂടെ നമ്മൾ സെമിനാർ നടത്തുന്നത്. അതുപോലെ തന്നെ എന്താണ് പല സ്ഥലത്തിരിക്കുന്നത്, ഇപ്പോൾ കമ്പനിയിലെ തന്നെ പല എംപ്ലോയീസും പല സ്ഥലത്തുണ്ടിരിക്കണം. അവരെല്ലാവരും എന്താണ് ഒരു പ്രൊജക്റ്റ് തന്നെ പരസ്പരം എന്താണ് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അറ്റ് എ ടൈമിൽ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അതാണ് കൊളാബറേഷൻ എന്ന് വെച്ചാൽ. നെക്സ്റ്റ് റിസർച്ച്. ബിസിനസ് യൂസ് ദ ഇൻ്റർനെറ്റ് ടു റിസർച്ച് ന്യൂ പ്രൊഡക്ട്സ് ഐഡിയാസ്. അതായത് ബിസിനസ്സിൽ എന്താണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടൊരു പുതിയ പ്രൊഡക്ട്സ് എന്താണ് ഐഡിയാസ്, അതുപോലെ തന്നെ എന്താണ് ആ പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള പുതിയ മെത്തേഡുകൾ, പ്രൈസിങ് ഇൻഫർമേഷൻ, അതെല്ലാം നമുക്ക് എന്താണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു. എ ബിസിനസ് ക്യാൻ ഓൾസോ റിസർച്ച് ദ കോമ്പറ്റീഷൻ ടു സീ വാട്ട് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ആർ ഓഫേർഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് റിസർച്ച് ചെയ്യാം, ബിസിനസ്സുകാർക്ക് റിസർച്ച് ചെയ്യാം, അതായത് ഏത് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഏത് സർവീസിനാണ് എന്താണ് കോമ്പറ്റീറ്റേഴ്സ് ഉള്ളത്. ഇഫ് എ കമ്പനി ഈസ് ലുക്കിംഗ് ടു എക്സ്പാൻഡ് ഇൻ പർട്ടിക്കുലർ ലൊക്കേഷൻ, the internet have been used to research the population, its needs and what products and service would sell best in that area. ഇപ്പോൾ ഒരു കമ്പനി എന്താണ് അവരുടെ തന്നെ ബ്രാഞ്ച് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു റിസർച്ച് നടത്താം. അവിടുത്തെ പോപ്പുലേഷൻ, അതായത് അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ്, ഏത് പ്രൊഡക്ട്സാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം, ഏത് പ്രൊഡക്ട്സ് അവിടെ കൊണ്ടുപോയി നമ്മൾ എന്താണ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അതായത് ഏത് പ്രൊഡക്ട്സ് ആയിരിക്കും അവിടെ കൂടുതൽ പോകുന്നത്. അങ്ങനെ നമുക്ക് അവരുടെ ഐഡിയാസൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതാണ് റിസർച്ച്. അപ്പോൾ ഈ ഹെഡിങ്ങുകളൊക്കെ നോക്കി വയ്ക്കേണ്ടത്, അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതുക. അതായത് ഇതുപോലെ തന്നെ പഠിക്കണം എന്നില്ല, ബോൾഡാക്കി എഴുതിയേക്കണം. ഇത്ര പോയിൻറ്റ്സുകൾ നോക്കാം, നമ്മളുടെ ഓൺ വേർഡ്സിൽ എഴുതാം.
അപ്പോൾ ഒന്നുകൂടെ പറയാം, ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാര്യം ഇതാ. ദെൻ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് വെച്ചാൽ പല സോഷ്യൽ മീഡിയാസിലും അഡ്വർടൈസ്മെൻറ്റ് കാണുന്നുണ്ട്. അപ്പം അതൊരു ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയ സൈറ്റുകളും ഒരു അഡ്വർടൈസ്മെൻറ്റ് ചാനലാണെന്നാണ് പറഞ്ഞാക്കുന്നത്. ദെൻ ഇമേജ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ അവരവരുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ട് അവരുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യിക്കുകയാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ എന്ന് വെച്ചാൽ പല കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴിയാണ്. സ്കൈപ്പും അതുപോലെ തന്നെ വിർച്വൽ മീറ്റിങ്ങുകളും കോൺഫറൻസുകളും എല്ലാം ഇപ്പോൾ നമ്മളുടെ ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ വർക്കിങ്ങിന് വളരെ അത്യാവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിമോട്ട് സർവീസ് എന്ന് വെച്ചാൽ അതായത് നമ്മളുടെ കമ്പനിയിൽ തന്നെ പല എംപ്ലോയീസും പല സ്ഥലത്തിരുന്നായിരിക്കും, ഇത് റിമോട്ട് പ്ലേസിലിരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കസ്റ്റമേഴ്സ് അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കിതാണ് കസ്റ്റമേഴ്സിന്, അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ട്രെൻഡ്സും അവരുടെ ഒപ്പീനിയനും അതെല്ലാനും ഐഡിയാസൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ റിക്രൂട്ട് ന്യൂ എംപ്ലോയീസ്, അതായത് പല കമ്പനികളും അവരുടെ റിക്രൂട്ട്മെൻറ്റും അതിൻ്റെ ജോബ് ഓപ്പണിങ്സ് ഒക്കെ ന്യൂസ് പേപ്പർ കൊടുക്കുന്നതിന് പകരം ഇൻ്റർനെറ്റിലാണ് കൊടുക്കുന്നത്. കാരണം അതുവഴി ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് അവരെ എംപ്ലോയീസ് ആയിട്ട് കിട്ടും. ദെൻ കൊളാബറേഷൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വർക്ക് ഗ്രൂപ്പ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ പല സ്ഥലത്തിരുന്ന് ഒരു പ്രൊജക്റ്റിൽ അറ്റ് എ ടൈമിൽ അവർ ഐഡിയാസൊക്കെ ഷെയർ ചെയ്തിട്ട് ഇൻ്റർനെറ്റിലൂടെ വർക്ക് ചെയ്യുന്നു. റിസർച്ച് എന്ന് വെച്ചാൽ അതായത് നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിസർച്ച് നടത്തി പുതിയ പ്രൊഡക്ട്സിനെ കുറിച്ചും അതിൻ്റെ അത് പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ മെത്തേഡുകളും ഇൻഫർമേഷനും അതെല്ലാം മനസ്സിലാക്കാൻ പറ്റും.